തവനൂരിൽ ഇടതുപക്ഷം വൻ വിജയം നേടുമെന്നും കേരളത്തിൽ മൂന്നാം തവണയും LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും KT ജലീൽ. മലപ്പുറം ജില്ലയിൽ ഇത്തവണ ഇടതു തരംഗമുണ്ടാകുമെന്നും മുസ്ലിം ലീഗ് വലിയ തിരിച്ചടി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. സമസ്തയിലെ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇടതുപക്ഷത്തിന് കരുത്താകുന്നതെന്നാണ് ജലീലിന്റെ വിലയിരുത്തൽ. AP വിഭാഗം സമസ്ത പൂർണ്ണമായും ഇടതുപക്ഷത്തെ പിന്തുണച്ചു. കൂടാതെ EK വിഭാഗം സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി സംഘടനയിൽ മേൽക്കൈ നേടിയത് ഇടതിന് ഗുണകരമായി. തങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കുമെന്നും സംസ്ഥയുടെ നിലപാട് ഇടതുപക്ഷത്തിനുള്ള പച്ചക്കൊടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറം ജില്ലയിൽ തവനൂര്, പൊന്നാനി, തിരൂര്, പെരിന്തൽമണ്ണ, മങ്കട, നിലമ്പൂർ ഈ 6 നിയോജക മണ്ഡലങ്ങളിലും കടുത്ത മത്സരമാണ് നടന്നിരിക്കുന്നത്. ഈ 6ഇടത്തും ഇടതുപക്ഷ മുന്നണിക്ക് വിജയസാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. താനൂരും വേങ്ങരയും നല്ല മത്സരം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഭിന്നമായി മൈനോറിറ്റി കൺസോളിഡേഷൻ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായി ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവിതർക്കിതമാണ്. സമസ്തയിലെ AP വിഭാഗം, സമസ്ത കേരള ജമിയത്തുൽ ഉലമ AP വിഭാഗം പൂർണ്ണമായും ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സമസ്തയിലെ പിളർപ്പിന് ശേഷം, അല്ലെങ്കിൽ സമസ്തയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തതിന് ശേഷം സമസ്തയിൽ 2 വിഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ലീഗ് അനുകൂലികളായിട്ടുള്ള വിഭാഗവും ലീഗ് വിരുദ്ധ വിഭാഗവും. അത് ലീഗ് വിരുദ്ധ വിഭാഗം കഴിഞ്ഞ സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ശേഷം അതിൻ്റെ വലിയ വിജയത്തോടുകൂടി കുറച്ചുകൂടി സംഘടനാ തലത്തിൽ മേൽക്കൈ നേടിയിട്ടുണ്ട്. ആ വിഭാഗത്തിന് അവരുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആദ്യത്തെ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. പോളിംഗ് വർധനവ് UDFന് അനുകൂലമാണെന്ന വാദം തെറ്റാണ്. സമസ്ത 100ാം വാർഷികത്തിനു ശേഷം ലീഗ് വിരുദ്ധ വിഭാഗം ശക്തിപ്പെട്ടത് തിരിച്ചറിയാതെ UDF നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് വലിയ ട്രാപ്പിൽ ചെന്നു ചാടുന്നതിന് തുല്യമാണെന്ന് ജലീൽ പരിഹസിച്ചു. തവനൂരിലെ വിജയത്തിനു പുറമെ താനൂരിലും വേങ്ങരയിലും ഇടതുപക്ഷം മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത്. കാന്തപുരം വിഭാഗത്തിന്റെയും EK സമസ്തയിലെ വോട്ടുകൾ ഇത്തവണ പെട്ടിയിലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്തക്കാർ പറഞ്ഞ വാക്ക് പാലിക്കുമെന്നും കഴിഞ്ഞ 10 വർഷം അവരെ സഹായിച്ച സർക്കാരിനെ അവർ കൈവിടില്ലെന്നും ജലീൽ പറഞ്ഞു. ഈ ചാനൽ ന്യൂസ്, തവനൂർ.